BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മൂന്നാം ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി 28-ന്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാസം 28-ന് വിധി പറയും. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. അതിജീവിതയുടെ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും കള്ളമാണെന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത രാഹുൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ സന്ദർശനം. അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച കരമന ജയനെതിരെ കേസെടുത്ത പോലീസ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിൽ BJP ജില്ലാ അധ്യക്ഷനെതിരെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിലാണ് BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. കോടതി വിധി ലംഘിച്ചതിനും പൊതുവഴി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. നഗരത്തിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുമെന്ന് മേയർ VV രാജേഷ് അറിയിച്ചതിന് പിന്നാലെയാണ് നടപ്പാതകളടക്കം കയ്യേറി BJP ബോർഡുകൾ സ്ഥാപിച്ചത്. 2 മണിക്കൂറിനുള്ളിൽ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് കാട്ടി സെക്രട്ടറി BJPക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഫ്ലക്സുകൾ നീക്കം ചെയ്യാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. CPIM പിരിച്ചുവിടണം. പണം വാങ്ങി CPIM നേതൃത്വം മുസ്ലിം ലീഗിന് വോട്ട് മറിച്ച് നൽകുന്നു. MT രമേശ്. CPIM പിരിച്ചുവിടണം. പണം വാങ്ങി CPIM നേതൃത്വം മുസ്ലിം ലീഗിന് വോട്ട് മറിച്ച് നൽകുന്നുവെന്ന് BJP നേതാവ് MT രമേശ്. മഞ്ചേശ്വരത്ത് CPIM മുസ്ലിം ലീഗ് ധാരണയുണ്ടായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അക്കാര്യം തുറന്നു പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ എല്ലാവരും നിഷേധിച്ചു. ഇപ്പോൾ അവർ തന്നെ തുറന്നു സമ്മതിക്കുന്നുവെന്നും MT രമേശ് കുറ്റപ്പെടുത്തി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം. BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ ഇരു മുന്നണികളെയും വെല്ലുവിളിക്കുന്നു. പണം വാങ്ങി CPIM നേതൃത്വം മുസ്ലിം ലീഗിന് വോട്ട് മറിച്ചു നൽകുന്നു. V കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിലൂടെ CPIMന്റെ വികൃത മുഖം പുറത്തുവന്നുവെന്നും MT രമേശ് വ്യക്തമാക്കി. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് സഭയിൽ വിളിച്ചു പറഞ്ഞ മന്ത്രിമാർ വിവരദോഷികൾ VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനും CPIMനുമെതിരെ കടുത്ത വിമർശനം തുടർന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവസരമൊരുക്കിയെന്നും SITക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദം മൂലമാണ് SIT വീഴ്ച വരുത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ഉൾപ്പെടെയുള്ള വിവരക്കേട് മന്ത്രിമാർ വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടെന്നും അവർക്ക് മറ്റൊരു പ്രതിരോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. വിവരദോഷികൾ എന്ന വാക്ക് വിളിച്ച് ഇതുവരെ ആരെയും താൻ അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ നിയമസഭയിൽ മന്ത്രിമാർ ഈ വിവരക്കേട് വിളിച്ചു പറഞ്ഞതോർത്ത് ഞങ്ങൾ ലജ്ജിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. മലപ്പുറത്ത് ദേശീയപാതയിൽ ഈ മാസം 30 മുതൽ ടോൾ പിരിവ് തുടങ്ങും. പുതിയ ദേശീയപാത മലപ്പുറം ജില്ലയിൽ ഈ മാസം 30 മുതൽ ടോൾ പിരിവ് തുടങ്ങും. വളാഞ്ചേരിക്കും പുത്തനത്താണിക്കും ഇടയിലാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസ. വെട്ടിച്ചിറയിലാണ് ജില്ലയിലെ ഏക ടോൾ പ്ലാസയുള്ളത്. ദേശീയപാത അതോറിറ്റി നിരക്ക് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ളവർ ആധാർ കാർഡുമായി ടോൾ പ്ലാസയിൽ എത്തുകയാണെങ്കിൽ പ്രതിമാസം 340 രൂപ നിരക്കിൽ പാസ് ലഭിക്കും. കാർ, ജീപ്പ്, വാൻ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 145 രൂപയാണ് നിരക്ക്. മാസം 4875 രൂപ പ്രതിമാസ നിരക്കിൽ പാസ് ലഭിക്കും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, ഒരൊറ്റ ലക്ഷ്യം അതിവേഗ റെയിൽപാത. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരെത്തുവാൻ 3.25 മണിക്കൂർ മാത്രം. E ശ്രീധരൻ. കേരളത്തിലെ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉടനെന്ന് മെട്രോമാൻ E ശ്രീധരൻ. 3.25 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരെത്താം. 86,000 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും എല്ലാത്തിൽ നിന്നും വിരമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എല്ലാത്തിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. ഞാനിനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനില്ല. ഹൈസ്പീഡ് പാത വന്നാൽ തിരുവനന്തപുരം, കൊച്ചി, കരിപ്പൂർ, കണ്ണൂർ തുടങ്ങിയ വിമാനത്താവളങ്ങളെ
കണക്ട് ചെയ്യാനാകും. അതിവേഗ റെയിൽപാത വന്നാൽ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് എത്തുവാനുള്ള സമയം വെറും 2.5 മണിക്കൂറായിരിക്കുമെന്നും ശ്രീധരൻ ചൂണ്ടിക്കാട്ടി. രക്തസാക്ഷി ഫണ്ട് തിരിമറി വിവാദം ടി.ഐ. മധുസൂദനനെ മത്സര രംഗത്തു നിന്നും മാറ്റി നിർത്തിയേക്കും. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച എംഎൽഎക്കെതിരെ സിപിഐഎമ്മിൽ പ്രതിഷേധം ശക്തമാവുന്നു. പയ്യന്നൂർ എംഎൽഎ ടി.ഐ. മധുസൂദനനെതിരെയാണ് ആരോപണം ശക്തമായിരിക്കുന്നത്. ആർഎസ്എസുകാരാൽ കൊല്ലപ്പെട്ട ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട് വെട്ടിച്ചെന്ന ആരോപണമാണ് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള പയ്യന്നൂർ മണ്ഡലത്തിൽ ഫണ്ട് വെട്ടിപ്പ് വിവാദം തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. ടി.ഐ. മധുസൂദനൻ 2ാം വട്ടവും പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയാവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കവെയാണ് മുൻ ഏരിയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ വി കുഞ്ഞികൃഷ്ണൻ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനൻ വീണ്ടും മത്സരിക്കുവാൻ തുനിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തിറങ്ങും എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. പാർട്ടി വിടില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും തിരുത്തൽ ശക്തിയായി മാറുമെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. മറ്റൊരു പാർട്ടിയിലേക്കും പോവില്ലെന്ന് പറയുമ്പോഴും ടി.ഐ. മധുസൂദനനെതിരെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുവാനുള്ള സാധ്യതയും പാർട്ടി നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. യുഡിഎഫിന് തീരെ ശക്തിയില്ലാത്ത മണ്ഡലമാണ് പയ്യന്നൂർ. എന്നാൽ വി കുഞ്ഞികൃഷ്ണനെ യുഡിഎഫ് പിന്തുണച്ചാൽ സ്ഥിതി മറിച്ചാവും. ഇതൊഴിവാക്കുവാനുള്ള നീക്കത്തിലാണ് പാർട്ടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.